മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട സയ്യിദനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാന്മാരെ മുഴുവനും ഏറ്റവും വലിയ മഹാത്മ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൻഅഖുദു ബിമാ കല്ലമതു ബിഹി അൽസനതുനാ, തന്റെ നാവിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, നിരോധരെ, നാളെ ഞങ്ങൾ ഈ നാവ് കൊണ്ട് പറഞ്ഞതിന് പോലും അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ സമാധാനം പറയണോ നബിയെ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അതേ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നീ സമാധാനം പറയണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ, കോടിക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഈ സദസ്സിൽ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് പുറത്തു ചെയ്യുന്ന ഓരോ സഹോദരങ്ങൾ അവന്റെ ആരാനായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്, ഹാസിലാക്കണേ അല്ലാഹ്, ഹാസിലാക്കണേ അല്ലാഹ്. ഏതാഗ്രഹമാണോ സബലീകരിക്കണേ തമ്പുരാനെ, ഏതാഗ്രഹമാണോ സബലീകരിക്കണേ തമ്പുരാനെ, ഏത് രോഗങ്ങളാണോ സുഖരാക്കണേ തമ്പുരാനെ, ഏത് കടങ്ങളാണോ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. എന്തേ നമുക്ക് വിചാരണ ചെയ്യാൻ കഴിയുന്നില്ല? ഒരു ദിവസം ഉമർ റളിയല്ലാഹു തആല കാണാൻ പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു തആല തന്നെ നാമം നീട്ടി പിടിച്ചുകൊണ്ട് ആ നാവിൽ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. നാമം നീട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാ. ഉമർ റളിയല്ലാഹു തആല കാണാൻ പോകുമ്പോ സ്വന്തം നാമം പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു തആല ചോദിച്ചുകൊണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് നാവ് പിടിച്ചു വലിച്ചിട്ട്, എന്തിനാണ് നാവ് പിടിച്ചു വലിച്ചിട്ട് ഈ നാവിനോട് ഇങ്ങനെ കഥ പറയുന്നത്? ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, പത്രേ, ഇതാണ് സർവ്വ തിന്മകളും നിനക്ക് സമ്മാനിക്കുന്ന തിന്മയുടെ താക്കോൽ. ഇത് കാലത്താനാണ് സർവ്വ തിന്മയും ഞാൻ ചെയ്യുന്നത്, സർവ്വ തിന്മയും പറയുന്നത്. ഈ പാലിനാത്തി ഓർക്കുക, നാളെ സ്വർഗത്തിലെ ഏറ്റവും വലിയ മണിമാളിക എന്റെ അബൂബക്കറിനാണ്. നാളെ സ്വർഗത്തിന്റെ വാതിലില് ആദ്യം മുട്ടുന്നത് ഞാനാണ്. എന്റെ തൊട്ടുമുന്നിൽ എന്റെ അബൂബക്കറുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടു പുറകിലെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കേണ്ട മനുഷ്യൻ പോലും പാതിരാ സമയത്ത് ഈ നാവ് നീട്ടി പിടിച്ചിട്ട് ആ നാവിനോട് കഥ പറഞ്ഞെങ്കിൽ എന്തേ സഹോദരങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ചെയ്യണം, മുഹാസബ ചെയ്യണം. ഏത് മുഹാസബയാണ്? ആ മുഹാസബയാണ് ഞാൻ പറഞ്ഞത്, പാതിരാ സമയത്തിന് പോകണം, എന്നിട്ട് പാതിരാ സമയത്ത് വിജനമായ സ്ഥലത്തെത്തണം. ഒന്നുകിൽ ഖബർസ്ഥാനിലെത്തണം, അതല്ലെങ്കിലോ നിന്റെ വീടിന്റെ ഉള്ളിലോട്ട് കിടന്നു ചെന്നിട്ട് മുസല്ല വിരിക്കണം. ആ മുസല്ലയിൽ കിടന്നിട്ട് പറയണം, അല്ലാഹുവേ, നീ തന്ന ആയുസ്സിൽ നിന്നൊരു കൊല്ലം എനിക്ക് കഴിഞ്ഞു പോവുകയാണ്. ഈ കഴിഞ്ഞുപോയ രാത്രികളിൽ ഞാൻ ഒത്തിരി പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ധാരാളം കള്ളം പറഞ്ഞിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്. റബ്ബേ, അല്ലാഹുവേ, പടച്ചറമ്പുരാനെ, ആരുമില്ലാതെ ഈ രാത്രിയിൽ ഞാനും നീയും മാത്രം. റബ്ബേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് നിന്റെ തലമുടിയിൽ പിടിച്ചങ്ങട് ഭരിച്ചിട്ടൊരു ഭ്രാന്തനെ പോലെ നീ ചെയ്ത തെറ്റിന്റെ ആഴമോ തെറ്റുടനടി നിറയത്തെ മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി. നിന്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ കിടന്ന് അട്ടഹസിച്ചിട്ട് പറയാം, റബ്ബേ, നീ ചെയ്ത ഓരോ തെറ്റും ഓടി ഓടി പറയണം. എന്നിട്ട് പറയണം, അല്ലാഹുവേ, അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ചെയ്ത പാപത്തെ കുറിച്ച് ഖേദമുണ്ടാവണം. ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട പ്രതാപ ഹംദാ റളിയല്ലാഹു തആല അൻഹുവിനെ ചാറ്റിൽ വെച്ചിട്ട് എഴുതു കൊന്നു വഹിച്ചു.
ഓടിപ്പോകുന്ന മാമ്പേടെ മരത്തിന്റെ പുറകിലിരുന്നിട്ട് ലക്ഷ്യത്തോടെ ചാട്ടുളി ഒളിച്ചുകൊള്ളുന്ന കാട്ടാളനായ മഹിഷി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട വചാപ ഹംദാനെ കൊന്നുകഴിഞ്ഞു. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇസ്ലാമിലോട്ട് കിടന്നു വന്ന് സർവ്വപാപങ്ങളും പുറത്ത് മഹിഷി റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബിയെ കരയിപ്പിച്ച കാട്ടാളനാണ്. പിന്നീട് മസ്ജിദുൻ നബവിയുടെ ഒന്നാമത്തെ സഫിലിരുന്ന വഹിഷി ഇബ്നു ഹർബ് ഹബീബായ നബിയെ കരയിപ്പിച്ച മനുഷ്യൻ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല ചാട്ടുളി എറിഞ്ഞിട്ട് കൊന്നെടുത്തിയ കാട്ടാളൻ. ആ കാട്ടാളൻ പിന്നീട് മാനസാന്തരമുണ്ടായി. ആ കാട്ടാളൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉഹദ് കണ്ടു. അവിടെ കുടൽമാലകൾ താഴെ വീണ് പിടയുന്ന ഹംസയെ കണ്ടു. ആ മനുഷ്യന് തിരിഞ്ഞോട്ടത്തിൽ മാനസാന്തരമുണ്ടായി. പിന്നെ ആ മനുഷ്യന് ലോകം പറഞ്ഞു വഹിഷി ഇബ്നു ഹർബ്. ഈ കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടി ലക്ഷ്യങ്ങൾ ഇപ്പോഴും അല്ലാഹു ആ മനുഷ്യനെ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ മാത്രയിൽ ലോകം എന്റെ കൂടനായ വഹിഷിക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് കഴിയില്ല. നമുക്ക് കഴിയില്ലേ? അച്ചടക്കത്തോടെ ഇരിക്കും. നമുക്ക് കഴിയില്ലേ? എപ്പോൾ കുറ്റബോധം ഉണ്ടാവണം. എന്തുണ്ടാവണം? സഹകരിക്ക് എന്തുണ്ടാവണം? കുറ്റബോധമുണ്ടാവണം. ആ കുറ്റബോധമില്ലായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നിരുന്നാൽ പിന്നെ ആ സദസ്സിന്റെ മുൻപകത്തിരിക്കുന്ന മഹിഷി റളിയല്ലാഹു തആല അൻഹു ഏത് സമയത്തും റസൂലുള്ളാഹിയുടെ സദസ്സിന്റെ ഏറ്റവും പുറകിലേ ഇരിക്കൂ. ആളുകൾ ചോദിച്ചു മഹിഷി മുമ്പോട്ട് വരാത്തതെന്താ? ഇല്ല ഞാനിനി മുമ്പോട്ട് വരില്ല. എന്റെ ഹബീബായ നബിയെ ഞാൻ കരയിപ്പിച്ചവനാണ്. ഇനി എന്നെ കാണുമ്പോൾ എന്റെ ഹബീബായ മുത്തിൽ ഹംസാറിനെ ഓർമ്മ വന്നാൽ എന്റെ റസൂലുള്ള വീണ്ടും കരയും. എന്റെ ഹബീബായ നബിയെ കരയിപ്പിക്കാൻ ഞാനില്ല. എപ്പോഴും പറയുമായിരുന്നു അത്രേ മാനസാന്തരമില്ലാതെ പറയുമായിരുന്നു അത്രേ മരിക്കുന്നത് വരെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഈ വഹിച്ച് പറയുമായിരുന്നു അത്രേ ഏറ്റവും നല്ലൊരു മനുഷ്യരെ ഞാൻ എന്റെ ഈ കൈകൊണ്ട് കൊന്നല്ലോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു പോയ ദിവസത്തെ ഓർത്ത് കുറ്റബോധമുണ്ടായി. ബഹുമാനപ്പെട്ട വഹിഷി ഇബ്നു ഹർബ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരെ അങ്ങനെ ഒരു കുറ്റബോധത്തിലേക്ക് കടന്നു ചെന്നാൽ, അങ്ങനെ ഒരു കുറ്റബോധം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി കരയണം, മുഹാസബ നടത്തണം. അങ്ങനെ മുഹാസബ നടത്തിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? കാഴ്ചയിലെ തെറ്റുകളൊക്കെ കരയണം. അങ്ങനെ കരഞ്ഞാൽ കിട്ടിയ പ്രതിഫലം എന്താ? പ്രതിഫലം പറഞ്ഞേരട്ടെ. ഇന്നത്തെ രാത്രിയിൽ നീ കരയണം. ഈ ന്യൂഇയറിന് എല്ലാവരും ആടിച്ചു കൊടുക്കട്ടെ, നമുക്കിരുന്ന് കരയാം. ഇന്നത്തെ രാത്രി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കരയണം. അങ്ങനെ കരഞ്ഞാൽ മുഹാസബയുടെ പ്രതിഫലം എന്താണെന്നറിയോ? അറിയില്ല മോനെ. ഒരു മനുഷ്യന്റെ കണ്ണിൽ ഒരു ദിവസം 3/4 ഗ്രാം കണ്ണുനീര് വരുമെന്ന കണക്ക്. പക്ഷേ ഇന്ന് 3/4 ഗ്രാമല്ല, കണ്ണുനീരുള്ളിൽ കവൽ തടത്തിലൂടെ തടം തല്ലി ആക്കിടുകണം. ആ കണ്ണുനീര് നമ്മുടെ കവളിനെ സ്പർശിക്കണം. അങ്ങനെ ഒന്ന് കരഞ്ഞിട്ട് മുഹാസബ ചെയ്ത് വിചാരണ ചെയ്തിട്ട് സ്വയം കരയാൻ കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐരാനിലായ വസ്തുഹവന്നാർ, 2 കണ്ണുകള് നരകത്തിന്റെ തീ സ്പർശിക്കുകയില്ല. 2 കണ്ണുകൾ ആ കണ്ണുകളെ നരകത്തിന്റെ തീ തൊടില്ല. ആ കണ്ണുകളിലേക്ക് നരകത്തിന്റെ തീ കടന്നു വരില്ല. ആ 2 കണ്ണുകളേടെന്നറിയോ? ഐരകത്തുമിനെ കശീയത്തില്ല. പടച്ചിറപ്പിന്റെ നരകത്തെ ഓർത്ത് പരലോകത്തെ ഓർത്ത് കിരഞ്ഞ കണ്ണുകൾ, പടച്ചിറപ്പിന്റെ പരലോകത്തെ ഓർത്ത് കിരഞ്ഞ കണ്ണുകൾ, നരകത്തെ ഓർത്ത് കിരഞ്ഞ കണ്ണുകൾ.
ഹിസാബിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ, ആ കണ്ണുകളെ നാളെ നരകത്തിന്റെ തീ പറ്റിക്കുകയില്ലെന്ന് ഫറൂഖി പിതാ നബി മുഹമ്മദ് മുസ്തഫ, ഫറൂഖി പിതാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.